ഇന്നത്തെ വീഡിയോയിൽ മീഷോയിൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ഹൗസ് വൈഫ്സ് വീട്ടിലിരുന്ന് ഈ പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഹൗസ് വൈഫോ ആണെങ്കിൽ നിങ്ങൾക്ക് സൈഡായിട്ട് മീഷോ ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാം. ഇതിലേറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെയോ പി സിയുവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടും ഈ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോവുക. മീഷോൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. മീഷോ എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ നിങ്ങളിവിടെ അലോ ചെയ്യുക. ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ അക്കൗണ്ടിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ മുകളിൽ കാണുന്ന സൈനപ്പിൻ്റെ മുകളിലും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്കത് വെരിഫൈ ചെയ്യണം. OTP ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ പേരിന് നേരെയുള്ള ഈ ആരോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൈമറിയിൽ പോവുക. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് എഴുതണം, പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID എഴുതണം, ജെൻഡർ സെലക്ട് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒക്കുപ്പേഷൻ എന്താണെന്ന്, നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന ആളാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളനുസരിച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ് നെയിം കൊടുക്കണം. ഞങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റി, പിന്നെ സ്റ്റേറ്റ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിത് പൂരിപ്പിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് സേവ് ആയതിനു ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് അടിക്കുക. നിങ്ങൾ മീഷോയിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ UPI ID ചേർത്താലും മതി. അതിന് നിങ്ങൾക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാം, ബാങ്ക് ആൻഡ് UPI ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസോ UPI ഡീറ്റെയിൽസോ കൊടുക്കാം. ഇതിൻ്റെ തൊട്ട് നേരെയുള്ള ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളിത് സേവ് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കൊടുക്കണം. ഇനി അതല്ല നിങ്ങൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് UPI ID മാത്രം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എത്ര പൈസയാണോ ഏൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ UPI ID വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ മീഷോയിൽ നിങ്ങളുടെ റീസെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വഴി നിങ്ങൾ റീസെൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതിനു വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യണം. മീഷോൻ്റെ ഹോം പേജിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കാണാൻ പറ്റുന്നതാണ്. താഴെ നിങ്ങൾക്ക് കാറ്റഗറി എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ റീസെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളത് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഇലക്ട്രോണിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ സ്മാർട്ട് വാച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ 250 ഈ സ്മാർട്ട് വാച്ചാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പേജ് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. റീഡ് മോറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഷെയർ എന്ന ബട്ടൺ, ഷെയർ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആർ യു റീസെല്ലിംഗ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോയിലാണ് ഉള്ളത്, അത് നിങ്ങൾ യെസിലേക്ക് മാറ്റുക. യെസിലേക്ക് മാറ്റിയ ശേഷം നിങ്ങളിവിടെ ചോദിക്കും ഷെയർ ഓൾ പ്രൊഡക്ട്സിലേക്ക് ആണോ അല്ലെങ്കിൽ ഷെയർ ദിസ് പ്രൊഡക്റ്റ്. ഞാനിവിടെ ഷെയർ ദിസ് പ്രൊഡക്റ്റിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാനിപ്പം വാട്സപ്പിൻ്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇവിടെ തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത് ട്രിക്കും കൂടെ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ എക്സാമ്പിളാണ് തരുന്നത്. ഇപ്പോൾ ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങളോട് ഇത് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ അലോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഇമേജ്, ആ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ടെക്സ്റ്റാണോ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ അത് നിങ്ങളുടെ താഴെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ പ്രൈസ് ഇവിടെ കാണിക്കണം. എത്ര പൈസക്കാണോ നിങ്ങളിത് റീസെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. നിങ്ങൾക്കിത് 250 രൂപക്കാണ് മീഷോയിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കിത് 350 രൂപയ്ക്കോ അല്ലെങ്കിൽ 400 രൂപയ്ക്കോ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൈസ് വെച്ചിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്സപ്പിൽ അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം അങ്ങോട്ടേക്ക് സെൻഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്കിത് റീസെൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് ഡീറ്റെയിൽസ് എല്ലാം വെച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ പ്രൊഡക്റ്റ് അയാളുടെ അടുത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ളത്. ഏറ്റവും ആദ്യം നിങ്ങൾ അയാളുടെ അഡ്രസ്സ്, പിൻകോഡ് നമ്പർ, പിന്നെ ഫോൺ നമ്പർ മേടിക്കേണ്ടതാണ്. ഇനി ആ വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റ് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ ഈ മീഷോയിലേക്ക് പോവുക.
മീഷോയിൽ പോയിട്ട് നിങ്ങൾ ഹോം പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് പേജിലോ പോയിട്ട് ഈ മുകളിലൊരു ഹർട്ടിൻ്റെ ചിഹ്നം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഷെയർഡ് എന്ന് കാണാം, ആ ഷെയർഡ് എന്ന ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ സ്മാർട്ട് വാച്ചിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ബൈ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനി അതല്ല കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ അഡ്വാൻസ് ആയിട്ട് മീഷോയിൽ പേ ചെയ്യാം. അതല്ല ഇനി നിങ്ങളെ കസ്റ്റമർ COD ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മീഷോയിലും COD സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ മീഷോയിൽ നിങ്ങളുടെ ഡെലിവറി അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ കസ്റ്റമറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് എ ന്യൂ അഡ്രസ്സ്. അതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ആ കസ്റ്റമറിൻ്റെ പേരും കോൺടാക്റ്റ് നമ്പറും പിൻകോഡും സ്റ്റേറ്റും പിന്നെ ഹൗസ് നമ്പർ അങ്ങനെ റോഡ് നമ്പർ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് അഡ്രസ്സ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടൺ കാണാം, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജ് കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റീസെല്ലിംഗ് ദി ഓർഡർ. ഇവിടെ നിങ്ങൾ യെസ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് എത്ര എമൗണ്ട് ആണോ കൊടുത്തിട്ടുള്ളത് ചോദിച്ചാൽ ആ എമൗണ്ടാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ കസ്റ്റമറോട് കൊടുത്തത് 350 രൂപയാണ്. അപ്പം നിങ്ങളെ സെയിൽസ് മാർജിൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നിങ്ങളുടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ കസ്റ്റമർ ഏത് പേയ്മെൻറ്റ് മോഡാണോ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ COD ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ പ്ലേസ് ഓർഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇനി ഇവിടുന്ന് നിങ്ങളെ കസ്റ്റമറുടെ പ്രൊഡക്റ്റ് നേരെ കസ്റ്റമറുടെ വീട്ടിലേക്കാണ് മീഷോ ഡെലിവറി ചെയ്യുക. പക്ഷേ നിങ്ങളെ കസ്റ്റമർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് മീഷോ എന്നാണ് വന്നിട്ടുള്ളതെന്ന്. മീഷോൻ്റെ പേര് അതിലെവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. കസ്റ്റമർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനൊരു സാധാരണ ID ആണ് സെയിൽ ചെയ്യാൻ പറഞ്ഞു തന്നത്. ഇതുവഴി നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ സെൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാം. നിങ്ങൾക്ക് തീരെ അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ പോവുക, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് പ്ലേസ് എന്ന്, അവിടെ ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് പ്ലേസിൻ്റെ താഴെ ഇവിടെ സെല്ല് എന്ന ബട്ടൺ കാണാം, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഐറ്റംസ് കൊടുക്കുക, വെഹിക്കിൾസ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ വീട്ട് റെൻറ്റിന് കൊടുക്കുക, അങ്ങനെ എന്തും നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ പ്രൊഡക്റ്റിൻ്റെ 10 ഫോട്ടോസ് വരെ ആഡ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. നിങ്ങൾ മീഷോയിൽ പോവുക, എന്നിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയിരുന്നു. അത് നിങ്ങൾ ആഡ് ഫോട്ടോൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ പിന്നെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ 2 ഫോട്ടോസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുക, അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, അതിൻ്റെ പ്രൈസ്, പിന്നെ അതിൻ്റെ കണ്ടീഷൻ സെലക്ട് ചെയ്യുക. പുതിയതാണോ പഴയതാണോ അല്ല കാണാൻ എങ്ങനെയാണ്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ കണ്ടീഷൻ സെലക്ട് ചെയ്യാം. ചില ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും വിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് താഴെ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ വാച്ചിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് മീഷോയിൽ പോയാൽ തന്നെ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളിവിടെ ലൊക്കേഷൻ, സൈസ്, സ്റ്റൈൽ അങ്ങനെ എല്ലാ ഇതും ഇവിടെ പൂരിപ്പിച്ചിട്ട് നിങ്ങളിവിടെ പബ്ലിഷ് ചെയ്യണം. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു e-commerce വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം അതിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ് നിങ്ങൾക്ക് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയും നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മീഷോ എന്നുള്ള ആ ഇമേജസും അതിൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് മീഷോൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് റീസെൽ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.